إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാകുന്നത്, മുഅ്മിനാകുന്നത്, മുസ്ലിമാകുന്നത് സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയാണ്. നീ എന്തിനു മുസ്ലിമായി എന്ന് ചോദിച്ചാൽ, നീ എന്തിനു മുഅ്മിനായി എന്ന് ചോദിച്ചാൽ, എനിക്ക് സ്വർഗം ലഭിക്കുവാൻ വേണ്ടി എന്നതാണ് അതിൻ്റെ ഉത്തരം. അതിന് നാം നൽകേണ്ട ഒറ്റവാക്കിയിലുള്ള ഉത്തരം എനിക്ക് സ്വർഗം ലഭിക്കുവാൻ വേണ്ടി. അപ്പൊ സ്വർഗം ലഭിക്കുവാൻ എന്ത് വേണം? സ്വർഗം പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമാവലികളും അവൻ കൽപ്പിച്ച വിശ്വാസ അനുഷ്ഠാന ആചാര കർമ്മങ്ങളും നാം വിശ്വസിച്ചും പാലിച്ചും അനുഷ്ഠിച്ചും ആചരിച്ചും നിന്നെങ്കിൽ മാത്രമേ ആ സ്വർഗം ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ അനുഷ്ഠാന ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? പരിശുദ്ധ ഖുർആൻ, തിരു സുന്നത്ത്. അപ്പൊ സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന, അഭിലഷിക്കുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്നവൻ നിർബന്ധമായും പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ഇസ്ലാമിക
ശരീഅത്തിന്റെ അഖീദയുടെ ഉറവിടമായി, അടിത്തറയായി, അടിസ്ഥാനമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അല്ലാത്ത ഒരാൾക്ക് സ്വർഗം ലഭിക്കയില്ല. ഇസ്ലാമിക അഖായിദുകളുടെ, ഇസ്ലാമിക ശരീഅത്തിന്റെ മസാദിർ അഥവാ ഉറവിടം അൽ ഖുർആൻ വസ്സുന്നത്തു സഹീഹ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ഈ പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രത്യേകത എന്താണ്? അത് രണ്ടും ഇസ്മത്തുള്ളതാണ്. അഥവാ പാപസുരക്ഷിതരായ പ്രവാചകന്മാരിലൂടെയാണ് അത് നമുക്ക് ലഭിക്കുന്നത്. മലക്ക് മുഖേനയോ, അതല്ലെങ്കിൽ വറാഉൽ ഹിജാബോ, അതല്ലെങ്കിൽ ഇൽഹാമോ, അതല്ലെങ്കിൽ റുഇയത്തോ, അഥവാ അമ്പിയാക്കന്മാർക്ക് വഹി ലഭിക്കുന്നത് സ്വപ്നത്തിലൂടെ, അതല്ലെങ്കിൽ മലക്ക് മുഖേന, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ വറാഇ ഹിജാബ്, മറന്റെ അപ്പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ട് ഈ പ്രവാചകൻ കേൾക്കുക. ഇതുപോലെ മിഅ്റാജ് രാത്രിയിൽ സംഭവിച്ച പോലെ. അതല്ലെങ്കിൽ ഇൽഹാമുർ റബ്ബാനി, അൽ ഇൽഹാമുർ റബ്ബാനി, റബ്ബിൽ നിന്നുള്ള ഇൽഹാമുകൾ. അത് പ്രവാചകന്മാർ പറയുമ്പോൾ, പ്രവാചകന്മാർ വിശദീകരിക്കുമ്പോൾ, പ്രവാചകന്മാർ പഠിപ്പിക്കുമ്പോൾ അതിനെന്തുണ്ട്? ഇസ്മത്തുണ്ട്, അഥവാ പാപ സുരക്ഷിതത്വമുണ്ട്. കാരണം അൽ അംബിയാഉ കുല്ലുഹും മഅസൂമൂന, അമ്പിയാക്കന്മാര് മുഴുവനും പാപ സുരക്ഷിതരാണ്, പാപത്തിൽ നിന്ന് മുക്തരാണ്. പാപമുക്തരായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിശ്ചയിച്ചിരിക്കുന്നത്. അവരെ പ്രകൃതി അങ്ങനെയാണ്. ഇതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും രണ്ടും വഹ്യ. സുന്നത്ത് റസൂലുള്ളാഹിന്റെ വകയല്ല. അലാ വ ഇന്നി ഊതീതുൽ ഖുർആന വ മിസ്ൽ, എനിക്ക് പരിശുദ്ധ ഖുർആനും അത്രയും നൽകപ്പെട്ടു. ഈ അത്ര ഏതാണ്? അത് സുന്നത്താ, അത് സുന്നത്താണ്, അത് റസൂലുള്ള പറഞ്ഞതാ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ വഴിവിഴക്കയില്ല, നിങ്ങൾ വലാലിയത്തിൽ പോയി ചാടുകയില്ല, നിങ്ങൾക്ക് നഷ്ടം പറ്റുകയില്ല, നിങ്ങൾക്ക് ഹലാക്ക് സംഭവിക്കയില്ല. രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം: ഒന്ന് പരിശുദ്ധ ഖുർആൻ, രണ്ട് അസുന്നത്തു സഹീഹ, അല്ലാഹു റസൂലിന്റെ സ്ഥിരപ്പെട്ട സുന്നത്ത് അഥവാ സഹീഹ് ആയ ഹദീസുകൾ. അതാണ് പരിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വമൻ യുതിഇല്ലാഹു വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും വല്ലവനും അനുസരിച്ചാൽ, അഥവാ അള്ളാഹുവിൻ്റെ ഖുർആനും അള്ളാഹു റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിയമമായി വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചവർ റസൂല, റസൂലുള്ളാഹിന്റെ സുന്നത്തും വല്ലവനും അനുസരിച്ചാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ്, ഫഉലൈക അക്കൂട്ടർ, ആ വിഭാഗം, മഅല്ലദീന അൻഅമല്ലാഹു, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ, പടച്ചവന്റെ നിഅമത്തിന് വിധേയരായവരുടെ കൂടെയാണ്. എന്നാ പിന്നെ അത് ആരായിരിക്കും? പലരും പല വ്യാഖ്യാനം പറയല. അവിടെയാണ് ഈ പ്രശ്നം. അള്ളാഹ് എന്നെ പറഞ്ഞു അവന്റെ നിയമത്തിന് വിധേയരായവരാരാണ് എന്ന്. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മിനൻ നബിയ്യീന, അമ്പിയാക്കന്മാർ, വസ്സിദ്ദീഖീന, സത്യസാക്ഷ്യം വഹിക്കുന്ന സിദ്ദീഖുകൾ, സത്യസന്ധരായ സിദ്ദീഖുകൾ, വശുഹദാ, രക്തസാക്ഷികൾ, അതല്ലെങ്കിൽ സത്യസാക്ഷ്യം വഹിച്ച ഷഹീദുമാർ, ശുഹദാക്കൾ, മൂന്നായി. വസ്സാലിഹീന, സദ്വൃത്തർ.
വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാർ. ഇതിന്റെ അർത്ഥം ഇവരോട് കൂടെ ഈ അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ അള്ളാഹുവിന്റെ നിഅമത്തിന് വിധേയരായവരോട് കൂടെ ആയിരിക്കും നീ എന്ന് പറയുമ്പോൾ അള്ളാഹു അവന്റെ കറാമത്തിന്റെ ഭവനത്തിൽ ഇവനെ താമസിപ്പിക്കും, അഥവാ സ്വർഗത്തിൽ അള്ളാഹു അവനെ കടത്തും. ഞാൻ പറഞ്ഞതല്ല. ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഐ മൻ അമില ബിമാ അമറല്ലാഹു ബിഹി വറസൂലുഹു, അല്ലാഹുവും റസൂലും കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും അല്ലാഹുവും റസൂലും വിലക്കിയ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്താൽ യുസ്കിനുഹു ഫീ ദാരി കറാമത്തിഹി, അല്ലാഹുവിന്റെ കറാമത്തിന്റെ ഭവനമാകുന്ന സ്വർഗത്തിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പൊ സ്വർഗപ്രവേശനത്തിന് ഒരു നിബന്ധനയുണ്ട്. അത് എന്താണ്? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചു കൊണ്ടുള്ള അഖീദയും അഹ്കാമു ശരീഅത്തുകളും ഇബാദാത്തുകളും അഖ്ലാഖുകളും നടപടിക്രമങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം അതിനനുസരിച്ച് മാത്രമേ ആവാൻ പാടുള്ളൂ. അല്ലാണ്ട് സ്വർഗം കിട്ടൂല. തൊട്ടടുത്ത ആയത്ത് പറയുന്ന എന്താ? അങ്ങനെ ലഭിച്ചാൽ ദാലിക്കൽ ഫദ്ലു മിനല്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഔദാര്യമാണ്. വകഫാ ബില്ലാഹി അലീമാ, എല്ലാം അറിയുന്നവനായി അല്ലാഹു തന്നെ മതി. താനും പടച്ചോൻ തന്നെ മതി, എല്ലാം അറിയുന്നവനായിട്ട് അലീമായിട്ട്. ഇതാണ് യഥാർത്ഥ അഹ്ലുസുന്നയുടെ വിശ്വാസം. പ്രമാണം അൽ ഖുർആൻ വസ്സുന്ന. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇജ്മാഉം ഖിയാസും ഇല്ലേ? പ്രമാണം ഉണ്ട്, പക്ഷേ അത് രണ്ടും സ്വതന്ത്രമായ പ്രമാണങ്ങളല്ല. സ്വതന്ത്രമായ പ്രമാണം അൽ ഖുർആൻ വസ്സുന്ന, അത് പ്രമാണം തന്നെയാണ്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അപ്പൊ ഇതിന്റെ അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലം ഇല്ലാതെ ഒരാൾ പറയാന്ന് വന്നിട്ട് എനിക്ക് റബ്ബിൽ നിന്ന് ചില ഇൽഹാമാത്തുകൾ ലഭിക്കുന്നുണ്ട്, എനിക്ക് റബ്ബിൽ നിന്ന് നേർക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ചില വിജ്ഞാനങ്ങൾ, ചില അറിവുകൾ, ചില സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയ പോലെയല്ല, അത് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു വഹീ നൽകുന്നതിനേക്കാളും സ്വകാര്യമാണ്, രഹസ്യമാണ്. ഞാൻ അള്ളാഹുമായി വളരെ അടുത്തവനും സാമീപ്യമുള്ളവനുമാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ മതപരമായി അതിന് സ്വീകാര്യതയുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് ഖുർആനല്ല, സുന്നത്തുമല്ല, ഓന്റെ വകയാന്ന്, അവന്റെ ഇൽഹാമാന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇൽഹാം കൊടുക്കാൻ വേണ്ടി നബിന്റെ ശേഷം ഇങ്ങനെ ആളെ വിട്ടിട്ടുണ്ടാവും? ആവൂല്ല. അപ്പൊ പിന്നെ അവൻ എന്തായിരിക്കും? നമ്മളെ നാട്ടിലൊക്കെ അത്തരക്കാർക്ക് പറയാറുള്ളത് സൂഫികൾ എന്നാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ തരീഖത്തിന്റെ ആളുകൾ എന്നൊക്കെ പറയും. അവരെ ശൈഖ് പറയും അവരെ മുരീദിനോട്, എൻ്റെ ഇൽഹാമാത്തുകൾ അനുസരിച്ചു കൊണ്ട്, എനിക്ക് റബ്ബിൽ നിന്ന് കിട്ടിയ ലദുനിയായ ഇൽമ കൊണ്ട്, ഹഖീഖിയായ ഇൽമ കൊണ്ട് ഞാൻ പറയുന്നു, നീ ഇങ്ങനെ ഇങ്ങനെയും ചെയ്യണം. ദീനാണോ? പ്രമാണമാണോ? സ്വർഗം കിട്ടുമോ? ഇല്ല. കാരണം എന്താ? അതിന് ഇസ്മത്തിന്റെ അഥവാ പാപമുക്തനാണ് എന്നുള്ള ആ ഷർത്തില്ല, ആ നിബന്ധനല്ല. അതുകൊണ്ട് ഫഹുവ റദ്ദുൻ അങ്ങനെ വല്ലവനും പറഞ്ഞാൽ തള്ളപ്പെടേണ്ടതാണ്. എന്നാൽ ഇന്ന് അത്തരക്കാരെ കൊണ്ട് സമൂഹം ശ്വാസം മുട്ടുന്ന സമകാലിക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല പല പേരുകളിലും ഇത്തരം ഹോജാക്കന്മാരും ഇത്തരം മശായിഖുമാരും ഇത്തരം മഖ്താബുമാരും
ഇത്തരം റൗസുമാരും ഇത്തരം അബ്ദാലുമാരും ഒക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ ചുറ്റിപ്പറ്റി കുറെ ആളുകൾ, മറ്റവരെ ചുറ്റിപ്പറ്റി കുറെ ആളുകൾ, മറ്റൊരുത്തം ചുറ്റിപ്പറ്റി കുറെ ആളുകൾ, അങ്ങനെ വിവിധ 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 കൈവഴികളായിട്ട് അവരെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഓരോ പേരിൽ അറിയപ്പെടുക. മലയാള പേരിൽ അറിയപ്പെടുന്നുണ്ട്, അറബി പേരിൽ അറിയപ്പെടുന്നുണ്ട്, വ്യക്തികളുടെ പേരിന്റെ അവസാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ഖാദിരിയ ത്വരീഖത്ത്, രണ്ട് റിഫഇയ്യ, മൂന്ന് ഷാദിലിയ, നഖ്ശബന്ദിയ, ദസൂഖിയ, തീജാനിയ, ബുർഹാനിയ. ഇതിലെടെങ്കിലും നിങ്ങൾ ആ ത്വരീഖത്തുൽ മുഹമ്മദിയ്യ എന്ന് കേട്ടില്ലല്ലോ? കേട്ടോ? ഇല്ല. കാരണം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായി ഇതിനെന്തില്ല? ബന്ധല്ല. ഇതൊക്കെ ഈ പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ അവരുടെ ആ ഇൽഹാമാത്തുകൾ, തോന്നലുകളിൽ നിന്നാണ്. തന്നെയുമല്ല, അവരെ ആളുകൾ അതിന് പറയുന്നത് ഇതിനെല്ലാം പരിശുദ്ധ ഖുർആനിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാ. മുഹമ്മദ് നബിക്ക് അള്ളാഹു നൽകിയ വഹയിനേക്കാളും എനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദുനിയായ ഇൽമിന് പോരിശയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അഖൽതും ഇൽമക്കും മയ്യിത്തൻ അൻ മയ്യിത്തിൻ, നിങ്ങൾക്ക് ഇൽമ ലഭിച്ചത് മരിച്ചവരെ തൊട്ട് മരിച്ചവരെ തൊട്ട് മരിച്ചവരെ തൊട്ട്. അഥവാ മുഹമ്മദ് നബി മരിച്ചു പോയിരിക്കുന്നു, നബി സഹാബത്തിന്, താബിയുകൾക്ക്, തബഅ താബിയുകൾക്ക്, പിന്നീട് സലഫുകൾക്ക്, അങ്ങനെ അങ്ങനെ കൈമാറി കൈമാറിയാണ് നിങ്ങൾക്ക് വിജ്ഞാനങ്ങൾ, അറിവുകൾ, ഇൽമുകൾ ലഭിച്ചിരിക്കുന്നത്. വഅഖദ്നാ ഇൽമനാ, ഞങ്ങൾക്ക് ഇൽമു ലഭിച്ചിരിക്കുന്നത് ആർക്ക്? ഇക്കൂട്ടർക്ക്, നമുക്കല്ല. അക്കൂട്ടർക്ക് ഇൽമു ലഭിക്കുന്നത്, വിജ്ഞാനം ലഭിക്കുന്നത്, അറിവ് ലഭിക്കുന്നത് മിനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റാണ്. ഇപ്പൊ ഡയറക്റ്റ് വഹി കിട്ടുന്ന ആൾക്കാരെടെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹിക്ക് ശേഷം അങ്ങനെ വിശ്വസിച്ചാൽ അവൻ എന്താ പറയാന്ന് അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇപ്പൊ പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്ത് വന്ന ഉടനെ കരഞ്ഞ ചില സഹാബ വനിതകളും ചില സഹാബ പുരുഷന്മാരുമുണ്ട്. അവരോട് നിങ്ങൾക്കറിയാൻ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ വഹി നിന്നുപോയല്ലോ എന്നവർ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഇപ്പൊ വഹി നിന്നുപോയി. ഇനി പറയുന്ന വഹിയൊക്കെ എന്താണ്? ഈ പറയുന്ന ഇൽഹാമാത്തിലുള്ള എന്തെന്നാ പോലെ പറയലേ, ഹദ്ദസനി ഖൽബി അൻ റബ്ബി, എന്റെ കൽബ് റബ്ബിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണിത്. ഏത് കാര്യങ്ങള്? ഓന്റെ മുരീദുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ട കുറെ വിശ്വാസങ്ങൾ, കുറെ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ഔറാദുകൾ, അസ്കാറുകൾ, ഇതെല്ലാം. ആ ദിക്റുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ഇജാസിയത്തിന്റെ ദിക്റുള്ള ആളാണ് ഓനെന്ന്. ഓന് ദിക്റിൽ ഇജാസിയത്തുള്ള ആളാണ്. അതായത് ഓന്റെ ഹോജ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇന്ന ദിക്ർ ഇന്ന സമയത്തൊക്കെ ചൊല്ലണം. ഇതൊക്കെ ഇത്തരം ഇൽഹാമാത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനും സുന്നത്തും വിട്ടുകൊണ്ട് ആര് എന്ത് എവിടെ എങ്ങനെ പറഞ്ഞാലും അത് സ്വീകരിക്കാനോ അത് പിൻപറ്റാനോ പാടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പരിശുദ്ധ ദീനുമായി ബന്ധമില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ അല്പ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുക. ഇക്കൂട്ടർക്കുള്ള രണ്ടാമത്തെ പിശക് എന്താണ്? ഇത്തരം വാദഗതികൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് രണ്ടാമത്തെ പിശക് അവര് പറയുന്നത് വഹ്ദത്തുൽ വുജൂദ്. എന്താ വഹ്ദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ? അദ്വൈതവാദം എന്ന അതിന്റെ മലയാളം. അഥവാ മൗജൂദ് രണ്ടില്ല, വുജൂദ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്നും ഇപ്പൊ വുജൂദല്ല, ഞാനും വുജൂദല്ല. മുമ്പ് നിങ്ങൾ മലയാളത്തിൽ ഒരു പാട്ട് കേട്ടില്ലേ? തലനെച്ച ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ പാടിയ ആളെ വേറെ ഒന്നും ഞാൻ പറയില്ല. ല മൗജൂദില്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാഹു ലാ മൗജൂദ് ഇല്ലല്ലാഹ്
ലാ മൗജൂദ് ഇല്ലല്ലാ, ലാ ബഹറ ഇല്ലല്ലാ, ലാ ബിർറ ഇല്ലല്ലാ. ഇത് വഹദത്തുൽ വജൂദ് ആ പാട്ട് അന്ന് നമ്മളും പാടി, പിന്നെ തിരിഞ്ഞപ്പോൾ ഒഴിവാക്കി. എന്താ എന്താ ഈ പറഞ്ഞു? നിങ്ങൾ ഇന്ന് വഹദത്തുൽ വജൂദ് എന്ന് മനസ്സിലായില്ലല്ലോ. ആമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഒറിജിനൽ ആയിട്ട് ഉള്ളവൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഉള്ളവൻ. ഉദാഹരണമായിട്ടൊരു ഉദാഹരണം ഒരു പറയുന്നുണ്ട്. ഈ സൂഫി ഖുദാമുകൾ അഥവാ പൂർവികന്മാർ, ഖുദാമാർ നിങ്ങൾ വിചാരിക്കും എന്താ മോശപ്പെട്ട ഭാഷയാണ്, അല്ല. ഖുദാമ എന്ന ഖദീം, പഴയ ആൾക്കാർ, അവർ പറയാറുണ്ട് എന്ത് കാര്യങ്ങൾ. ഒരു ഉദാഹരണം മലയാളത്തിൽ പറയാ, കടല്, സമുദ്രം, ബഹർ, അത് തിരമാലകൾ. കടൽ വെള്ളാന്ന്, തിരമാലകളും വെള്ളാന്ന്. ഇതുപോലെ അള്ളാഹു ഒറിജിനൽ വജൂദ് നമ്മളെല്ലാം ഉണ്ട്, പക്ഷേ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സത്തയിൽ ആവാഹിച്ചു പോയിട്ടുണ്ട്. അഥവാ ഉള്ളത് അള്ളാഹു മാത്രമാണ്. ഇവരെ നേതാവാകുന്ന ഇബ്നുൽ അറബി പറഞ്ഞൊരു പദ്യമുണ്ട്, അൽ അബ്ദു റബ്ബുൻ വറബ്ബു അബ്ദുൻ. അടിമ റബ്ബാണ്, റബ്ബ് അടിമയുമാണ്. ഇപ്പൊ എന്തായി? രണ്ടും ഒന്നായി, ലയിച്ച്. ഇപ്പൊ സമുദ്രം കടലും ഈ തിരമാലയും പോലെയായി. ഇതാണ് വഹ്ദത്തുൽ വജൂദ് എന്ന് പറയുന്നത്. അഥവാ ഉള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നും ബാക്കി ഉള്ളതെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സത്തയിൽ ലയിച്ചു പോയിരിക്കുന്നു എന്നും, അതുകൊണ്ട് നമ്മൾ എന്ത് പിന്നീട് ഉണ്ട് എന്ന് പറയുന്നതും എല്ലാം ലാ കണ്ണ ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ബഹറ ഇല്ലല്ലാ. ബഹർ അള്ളയാന്ന്, കണ്ണ് അള്ളയാന്ന്, കാല് അള്ളയാന്ന്. ഇങ്ങനെയുള്ള കെണിഞ്ഞു മറിഞ്ഞ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇത്തരക്കാരുടെ, അഥവാ പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നപ്പോൾ അവർ എത്തിപ്പെട്ടതിന് രണ്ടാമത്തെ ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത്. എത്രയോ പറയാൻ കഴിയും. അത്തരത്തും ഈ കണ്ണകൾ എന്ന് പറയുന്ന വിരുദുകള് അത് ചില ദിക്റുകളാക്കി മാറ്റിയ ഔലിയാക്കന്മാർ കേരളത്തിൽ തന്നെയുണ്ട്. ഇപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് ഞാൻ പറയില്ല. ഇത്തരം ചൊല്ലിപ്പറയലുകൾ വിരുദുകളാക്കിയ, ഔറാദുകളാക്കിയ, ദിക്റുകളാക്കിയ, രാവിലെയും വൈകുന്നേരം ഇത്ര വട്ടം ചൊല്ലണമെന്ന് തന്റെ ശൈഖ് മുരീദിനോട് കൽപ്പിച്ച ശൈഖന്മാർ ഈ മലയാളക്കരയിൽ മരിച്ചു മണ്ണടഞ്ഞു പോയിട്ടുണ്ട്. അതിങ്ങനെ വളരെയധികം കൂടിക്കൂടി ചില മലയാള പേരിൽ തരീക്കത്തുകളുണ്ട്. മലയാള പേരിലുള്ള തരീക്കത്തുകൾ തരീക്കത്ത് ഈ പറഞ്ഞ മാതിരി ഷാദിലിയ, റിഫായിയ, ഖാദിരിയ, ദസൂഖിയ. ഇബ്രാഹിം ദസൂഖി എന്ന് പറഞ്ഞൊരു കാക്കയാണ് അതിന്റെ പിന്നിലുള്ളത്. ഈജിപ്ഷ്യനാ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് തോന്നും പോലെ അങ്ങനെ കുറെ പുസ്തകങ്ങൾ എഴുതും. ഇബ്നുൽ അറബി ഇവരെ നേതാവാൻ പോട്ടെ, വിശദീകരിക്കില്ല. ഇതാണ് അടുത്ത പിഴവ്. കാരണം എന്താ? ഖുർആൻ സുന്നത്തിൽ നിന്ന് അകന്നു, പിഴച്ചു. അടുത്തത്, ഇവർക്കൊന്നും ഇസ്ലാമികമായ തക്ലീഫുകൾ ബാധകമല്ല. ഒരു മർത്തബയിൽ എത്തിക്കഴിഞ്ഞാൽ, അഥവാ ശരീഅത്ത് നിങ്ങൾക്ക്, ഹഖീഖത്ത് ഞങ്ങൾക്ക്. ശരീഅത്ത് അനുസരിച്ച് കൊണ്ടാണ് ലാഹിറായ അർത്ഥം പരിശുദ്ധ ഖുർആന് നമ്മൾ പറയുന്നത്. അവർ പറയുന്നത് ബാത്തിനിയായ നിലയിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിനോട് കൂടെ യഥാർത്ഥ മർത്തബയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, റബ്ബുമായി അടുത്തു കഴിഞ്ഞാൽ, റിയാദിയാത്തിലൂടെ, മുകാശഫാത്തുകളിലൂടെ റബ്ബിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവന് റബ്ബിന്റെ തക്ലീഫുകളൊന്നും ബാധകമല്ല, നിർബന്ധ കാര്യങ്ങളൊന്നും പിന്നെ അവന് ബാധകമല്ല. നിങ്ങൾ കേട്ടില്ല, മുമ്പ് കഴിഞ്ഞു പോയ ചില ഔലിയാക്കന്മാർ നിസ്കരിക്കില്ല. എന്തേ കാരണം? ഓൻ അള്ളാഹുവിന്റെ സ്വന്തം അള്ളാഹു ലയിച്ച് അള്ളാഹിന്റെ സ്വന്തം ആളായിപ്പോയില്ലേ. ഇനിയിപ്പോ നിസ്കാരം എന്തില്ല, ഉജൂബില്ല. തക്ലീഫ് ഉയർത്തപ്പെട്ടു പോയി. എന്നാ റസൂൽ പറഞ്ഞ ആരൊക്കെ തക്ലീഫ് ഇല്ല എന്ന് പറഞ്ഞാൽ മൂന്നാക്കാന്ന്. അയ്യ ഔലിയുണ്ടോ, ശൈഖുണ്ടോ, സൂഫി ഉണ്ടോ? ഇല്ല. റസൂലുള്ളാഹ് അതാ പറയുന്നത്. 3 ആളുകൾക്ക് അള്ളാഹുവിന്റെ തക്ലീഫ്
നിർബന്ധ കൽപ്പനകൾ, അഹ്കാമുകൾ ബാധകമല്ല. ആ 3 ആളുകൾ: ഒന്ന് അന്നായിം, ഉറങ്ങുന്നവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ. ഉറക്കം തന്നെ മനുഷ്യനൊരു അവസ്ഥയാണ്. അത് ഉറക്കുക. ഇപ്പൊ നമ്മള് എന്തായിപ്പോയി, സുബഹിക്ക് സ്ഥിരം പങ്കെടുക്കുന്ന ആളാണ്, അലാറൊക്കെ വെച്ചിരുന്ന് അറിയാണ്ട് ഉറങ്ങിപ്പോയി. ആ ഉറക്കുന്ന എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അപ്പോൾ നിസ്കാരം സുബഹി ഉജൂബായി. അല്ലാത്ത സമയത്ത് ഇതൊന്നും കിടന്നുറങ്ങാനുള്ള തെളിവല്ലട്ടാ. ഇതൊന്നും ഇങ്ങനെ ഉറങ്ങാനുള്ള ദലീലാക്കരുത്. അതാണ് ഉറങ്ങുന്നവന് തക്ലീഫ് ബാധകമല്ല. രണ്ടാമത്തെ ആള് രണ്ടാമത്തേത് കുട്ടി, കുഞ്ഞു പ്രായത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്. പ്രായപൂർത്തിയായാൽ തക്ലീഫ് നിർബന്ധമായി. അഥവാ നിസ്കാരം, നോമ്പ്, മറ്റു കാര്യങ്ങളൊക്കെ, അഹ്കാമ്, ശരീഅത്തുകളൊക്കെ അവന് ചെയ്യൽ ഉജൂബായി നടത്തും. തൊട്ടടുത്ത ആള് വഅനിൽ മജ്നൂനി ഹത്താ യഅഖിൽ, ഭ്രാന്തന് അവന് ബുദ്ധി വെക്കുന്നത് വരെ. ഭ്രാന്തന് ബുദ്ധി, ഒരാൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു പോയി, നിസ്കാരം ഉജൂബുണ്ടോ? ഇല്ല. എന്നാ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് അവൻ്റെ ബുദ്ധിയൊക്കെ ശരിയായി, നിസ്കാരം ഉജൂബായി തീർന്നു. ഇങ്ങനെ 3 ആളുകൾക്കാണ് ശരീഅത്ത് റുഫിഅൽ ഖലമു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. അല്ലാത്ത ഒരുത്തം പറയാന്ന്, എനിക്ക് നിസ്കാരം നിർബന്ധമല്ല, ഞാൻ മദീനയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് 40 തടിയുണ്ട്, ഞാൻ ഫനാ ജദ്ബിന്റെ ഹാലിലാണ്, അള്ളാഹിനായിട്ട് ഞാൻ അങ്ങോട്ട് സ്വന്തക്കാരനായി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് നിസ്കാരം വുജൂബില്ല എന്നൊരുത്തം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ മാതിരി ഫഹുവ റദ്ദ്, അത് ഇസ്ലാമിൽപ്പെട്ടതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി മരിക്കാൻ കിടന്നത്, ശക്തമായ രോഗവുമായി മല്ലിട്ടുകൊണ്ട് 14 ദിവസം ശക്തമായ രോഗിയായി കിടന്ന റസൂലുള്ളാഹ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്, ജനാലിന്റെ കൂടെ. ജനങ്ങൾ നമസ്കരിച്ചോ? ആയിഷ ഇല്ല, നിങ്ങളെ കാത്തിരിക്കാൻ, തലയിൽ വെള്ളമൊഴിക്കാൻ, ബോധം വരികയെന്ന്, നിസ്കരിക്കാൻ പോവുകയാണ്. അവസാന നാളുകളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നമസ്കരിക്കാൻ കൽപ്പിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം ആശ്വാസം ലഭിച്ചപ്പോൾ 2 ആളുടെ തോളത്ത് കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി പോയി അബൂബക്കർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്നു. അബൂബക്കർ റസൂലുള്ളാഹിനെയും ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനോട് നമസ്കരിച്ചു. അത്രക്കും റസൂലുള്ളാഹിക്ക് തക്ലീഫ് പോയില്ല, ക്ഷീണം. ആ വലിച്ചുപോയ അടയാളം മണ്ണിൽ കാണാമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. 2 ആളെ തോളത്ത് ഇങ്ങനെ കയ്യിച്ച് വലിച്ചു പോവാന്നെങ്കിൽ അടയാളം കാണുമല്ലോ എന്ന് ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് പോലും അള്ളാന്റെ റസൂലിന്, ആ സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹിക്ക് തക്ലീഫ് ഇല്ലാണ്ടായില്ല. ബബ്ബരാര റസൂലിന്റെ മേലെ, അത് നമുക്ക് നടക്കൂല. അമ്മേലുള്ള ആളുകൾ നമുക്ക് ശരിയാവൂല. കാരണം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ മാതൃകയെ നമുക്ക് പറ്റൂ. അപ്പൊ ഫനാഇന്റെ ഹാല്, അതേ പ്രകാരം ജദ്ബിന്റെ ഹാലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വുജൂബായ കാര്യങ്ങളെ, നിർബന്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുക, അതിന് ലൈസൻസ് നൽകുക, ഇതൊക്കെ അതിൻ്റെ ഒരു ചില അടയാളങ്ങളിൽപ്പെട്ടത് മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂറത്ത് ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്ത് നിങ്ങൾക്കൊക്കെ മനഃപ്പാടമുണ്ടാകും. അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ബേസാക്കേണ്ടത്, അടിസ്ഥാനമാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് ഹാക്കിമത്തുൻ അലാ കുല്ലി മൻ ദഅ മഹബ്ബത്തല്ലാഹ്, അള്ളാഹിനോട് എനിക്ക് ഇഷ്ടമാണ്, പൊരുത്തമാണ്, താല്പര്യമാണ്, തൃപ്തിയാണ്, ഞാൻ അള്ളാഹിന്റെ മഹബ്ബത്തിലാണ് എന്ന് വല്ലവനും വാദിക്കുന്നെങ്കിൽ, പക്ഷേ വലൈസഹു അല തരീഖത്തിൽ മുഹമ്മദിയ്യ, മുഹമ്മദ് നബിയുടെ മാർഗം അവൻ അവലംബിക്കുന്നില്ല, റസൂലിന്റെ സുന്നത്തിനെ അവൻ അവലംബിക്കുന്നില്ല, റസൂലുള്ളാഹിന്റെ വഹയിനെ അവൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഫൈനഹു കാദിബുൻ ഫീ ദഅവാഹു, അവൻ പറയുന്ന വാദം കളവാണ്. അവൻ പറയുന്നത് എന്താണ്? കളവാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഇൽഹാമുണ്ട്, ഞാൻ വഹദത്തുൽ വജൂദിന്റെ ആളാന്ന്, എനിക്ക് ജദ്ബിന്റെ ഹാലാന്ന്, ഓർക്ക് നിസ്കാരം വുജൂബില്ലാന്ന് എനിക്കറിയൂലേ?
അള്ളാഹിനായിട്ട് അടുത്ത ആളാണ്. റസൂലിനെക്കാളും വലിയ അടുത്ത ആൾ ആരാളുള്ളത്? ഇന്നി അഖ്ശാക്കും വഅത്ഖാക്കും, ഞാനാണ് നിങ്ങളിൽ അള്ളാഹിനെ ഏറ്റവും പേടിക്കുന്നവൻ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിൽ തഖ്വയുള്ളവൻ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. ആ റസൂലിനെക്കാളും വലിയ തഖ്വ. എന്നിട്ട് നിസ്കാരം ഒഴിവാക്കല്, അങ്ങനെ ഒരുപാട് കഥകൾ പോട്ടെ. അപ്പോ കാദിബുൻ ഫീ ദഅവാഹു നഫ്സിൽ അംർ, യഥാർത്ഥത്തിൽ ഇവൻ പറയുന്നത് കളവാണ്. ഞാനല്ല പറഞ്ഞത്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എന്നിട്ട് പറഞ്ഞു, ഹത്താ യത്തബിഅ ശറഅൽ മുഹമ്മദിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ അവൻ പിൻപറ്റുന്നത് വരെ, വദ്ദീൻ നബവിയ്യ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനെയും അവൻ അവലംബിച്ച് പിൻപറ്റി അനുഷ്ഠിച്ച് ആചരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നത് വരെ, അഥവാ പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ശരീഅത്തിന്റെയും അഖീദയുടെയും ഇബാദത്തിന്റെയും അഖ്ലാഖിന്റെയും തസ്കിയത്തിന്റെയും എല്ലാത്തിന്റെയും ഉറവിടമായി ഖുർആനും സുന്നത്തും അവൻ അംഗീകരിക്കുന്നത് വരെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, എന്റെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ഈ മതത്തിൽ വല്ലവരും ചെയ്താൽ അത് തള്ളപ്പെടണം. എപ്പോഴും കേട്ട് പരിചയിച്ച ഒരു ഹദീസാണ്. തള്ളപ്പെടണം, തള്ളേണ്ടതാണ്, അത് കൊള്ളേണ്ടതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വ്യാജവാദമാണ്, ഇതിന് സത്യ നിലനിൽപ്പില്ല, ഇതിന് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പിൻബലമില്ല, പ്രമാണത്തിന്റെ പിൻബലമില്ല എന്ന് ഈ ആയത്തിന്റെ 31-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി പറഞ്ഞെന്താണെന്നറിയോ, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. തറക്തുക്കും, ഞാൻ നിങ്ങളെ ഇട്ടേച്ചു പോകുന്നത്, അലൽ മഹജ്ജത്തിൽ ബൈളാ, തെളിഞ്ഞു നിൽക്കുന്ന, കൃത്യമായി തെളിഞ്ഞ, വളവില്ലാത്ത, വക്രതയില്ലാത്ത, കോട്ടലില്ലാത്ത, മാട്ടലില്ലാത്ത ഒരു വഴിയിലായിട്ടാണ് നിങ്ങളെ ഞാൻ ഇട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അവിടെ രാപ്പകൽ വ്യത്യാസമില്ല. രാത്രിയായ കണ്ണ് കാണാത്ത പ്രശ്നമുള്ളതുപോലെ നിങ്ങൾക്കിത് മനസ്സിലാവാത്ത പ്രശ്നമല്ല. ലൈലുഹാ കനഹാരിഹാ, എന്നാൽ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ, ആ മഹജ്ജത്തിൽ നിന്ന്, ആ വഴിയിൽ നിന്ന്, ആ തരീഖത്തുൽ മുഹമ്മദിയ്യയിൽ നിന്ന് വല്ലവനും തെന്നിപ്പോയാൽ ഹാലികുൻ, അവൻ നശിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി പറഞ്ഞതും സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ അഖീദയും നമ്മുടെ ഇബാദാത്തും നമ്മുടെ ദീനീയായ മറ്റു കാര്യങ്ങളും എല്ലാം പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാകുവാൻ കണഞ്ഞ് നമ്മളെന്താക്കുക, ശ്രമിക്കുക. തെറ്റിപ്പോയ, വഴിമാറിപ്പോയ തരീഖത്തിന്റെ, സൂഫിയത്തിന്റെ, വഹദത്തുൽ വുജൂദിന്റെ, ഇൽഹാമാത്തിന്റെ, റിയാദാത്തിന്റെ, മുകാശഫാത്തിന്റെ വഴികളിലേക്ക് അതെല്ലാം മിഥ്യ, വെറും ധാരണകളും തോന്നലുകളും ഔഹാമുകളുമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. ഇന്നൽ ഹംദ ലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. قال رسول الله قال عمر بن الخطاب رضي الله عنه نحن قوم أعزنا الله بالإسلام فمهما ابتغينا العزة من غيره أذلنا الله. ഒരിക്കൽ കൂടി തഖ്വയുള്ളവരായി ഇരിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്യം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അതൊരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഞാൻ ആ സന്ദർഭം മുഴുവൻ ഇവിടെ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ വളരെ സില്ലത്തിൻ്റെ,
ദുർബലതയുടെ, ആരും ഒരു നോക്കാനും പരിഗണിക്കാനും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ജാഹിലിയത്തിലായപ്പോൾ. ആ ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അള്ളാഹ് നമ്മളെ പ്രതാപികളാക്കി, അള്ളാഹ് നമുക്ക് ഇസ്സത്ത് നൽകി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉന്നതരാക്കി. അതുകൊണ്ട് ആ ഇസ്ലാം വിട്ടുകൊണ്ട് നിങ്ങളാരെങ്കിലും ഇസ്സത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾ തേടുന്നെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അൽ ഇസ്സത്ത, ഇസ്സത്തിനെ ഫീ ഗൈരിഹി, ഇസ്ലാം അല്ലാതെ കണ്ട് ഇസ്സത്ത് തേടുന്നുണ്ടെങ്കിൽ അസല്ലന അല്ലാഹ്, അല്ലാഹുവിനെ അപമാനിക്കുക തന്നെ ചെയ്യും. പറഞ്ഞതിന്റെ ആശയം എന്താണെന്നറിയങ്ങള്, നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക അടയാളങ്ങളെ, നിയമങ്ങളെ, തലമറക്കൽ പോലെയുള്ള, പർദ്ദ ധരിക്കൽ പോലെയുള്ള, ശിരോവസ്ത്രം ധരിക്കൽ പോലെയുള്ളവയെ നാം ഭൗതികമായ നമ്മുടെ ഇസ്സത്ത് ആഗ്രഹിച്ചുകൊണ്ട് വല്ലവനും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അള്ളാഹു അവനെ അപമാനിക്കാതിരിക്കയില്ല. അതുകൊണ്ട് വേലി വിള തിന്നുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹ് നമ്മൾ അപമാനിക്കാണ്ടാവുക, നമുക്ക് ഇസ്സത്തല്ല കിട്ടുക, സില്ലത്താണ് കിട്ടുക. നമ്മൾ കാരണം, നമ്മുടെ മക്കൾ കാരണം, അവർ ഡോക്ടർമാരാവണം, എഞ്ചിനീയർമാരാവണം, അവർ വലിയ വലിയ IAS-മാരും IPS-മാരും ഒക്കെ ആവണം, ശരിയാണ്. പക്ഷേ അതിന് ഭൗതിക വിദ്യാഭ്യാസം അനിവാര്യമാണ്. മതം പണയം വെച്ചുകൊണ്ടുള്ള, ഇസ്സത്ത് പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സില്ലത്തും ഒരു പ്രതാപവും നമ്മൾ വിലക്ക് വാങ്ങാൻ നിൽക്കണ്ട, ഏറ്റെടുക്കാൻ നിൽക്കണ്ട. അതിലേക്ക് നമ്മൾ ചായണ്ട, തിരിയണ്ട, പോവണ്ട. അത് നമ്മുടെ സില്ലത്തിന്റെ അപമാനത്തിന്റെ കാരണമായി തീരും. അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ കലക്ഷൻ ഈ പള്ളി പരിപാലനത്തിനൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കറിയാം, പള്ളിയും കാര്യമൊക്കെ നിലന്നു പോകണമെങ്കിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ഭീമമായ സംഖ്യകളും അതിന് മശാരികൾ ചെലവുകളുണ്ട്. അതിലേക്ക് അകമഴിഞ്ഞ് നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പരലോകത്തെത്തുമ്പോൾ ഒരു കുതിരക്കുഞ്ഞിനെ വളർത്തിയ ഉദാഹരണം റസൂലുള്ള പറയുന്നുണ്ട്. പർവ്വതം കണക്കെ ആയിരിക്കും. എല്ലാ വെള്ളിയാഴ്ച 50 റുപ്യ, 100 റുപ്യ, 500 റുപ്യ കൊടുത്ത് വെള്ളിയാഴ്ച മാസത്തിൽ 4 അല്ലെ 5 ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ 10, 25, 30 കൊല്ലം വെള്ളിയാഴ്ചയിൽ ജുമാക്ക് വന്ന് പണം കൊടുത്ത് പരലോകത്തെത്തുമ്പോ വലിയ പർവ്വതം കണക്കായിരിക്കും നമ്മൾ നിസ്സാരമായി കാണുന്നത്. അതുകൊണ്ട് അകമഴിഞ്ഞ് നമ്മൾ സഹായിക്കുക, ഇതിന്റെ ചെലവിലൊക്കെ ഉള്ളതാണ്. മറ്റൊരു കാര്യം, അടുത്ത ദിവസം അഥവാ വരുന്ന 27-ാം തീയതി വരുന്ന തിങ്കളാഴ്ച ബദിര എന്ന സ്ഥലത്ത് നടക്കുന്ന കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട KNM-ന്റെ നമ്മുടെ ഇപ്പോഴത്തെ ആ ഫാമിലി മീറ്റ്, അതിൽ 7 മണിക്ക് അഥവാ വൈകുന്നേരം 7 PM ഉനൈസ് പാപ്പിനിശ്ശേരി സംസാരിക്കുന്നുണ്ട്. ഹനീഫ എന്ന ആളുടെ വീട് പരിസരത്ത് വെച്ചാണ് AM വില്ല എന്നാണ് സ്ഥലം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, അതിലെല്ലാവരും പങ്കെടുക്കുക. 27-ാം തീയതി തിങ്കളാഴ്ച, വരുന്ന തിങ്കളാഴ്ച എന്നല്ലേ? അതെ, എല്ലാവരും മഗ്‌രിബിന് ശേഷം. അത് നമ്മുടെ ദഅവത്തിന്റെ അമലാണ്. ദഅവത്തില്ലേ, പിന്നെ എന്തിനു ദീൻ? വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ബലാഗ്, പ്രബോധനം, ദഅവത്ത്, തബ്ലീഗ് എന്നൊക്കെ അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിരന്തരം ദീനിയായ പ്രബോധന കാര്യങ്ങളിൽ എന്നോടൊന്നും കൊടുക്കാൻ കഴിയൂല, എൻ്റെ അടുത്ത് പൈസയില്ല, പണവുമില്ല, ഒന്നുമല്ല, ഞാനൊരു കേൾവിക്കാരനായി പോയിരുന്ന് എന്തെങ്കിലും ഒരു ഇൽമ്. ഇപ്പോഴത്തെ കാലം നിന്ന കുടുംബം ആകെ ഛിദ്രതയിലും പ്രയാസത്തിലും ഒക്കെയാണ്. ഈ ഒരു ക്യാമ്പയിൻ വളരെ പ്രസക്തമാണ്. എല്ലാവരും മക്കളെയും കുട്ടികളെയും എല്ലാവരും കൂട്ടിങ്ങേറ്റ് പോവുക. അതിനാണ് KNM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുന്ന 27 തിങ്കളാഴ്ച 7 PM ബദിര ഹനീഫ വീട് പരിസരത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാവട്ടെ. ശിർക്ക്, കുഫ്ർ, ബിദ്അത്ത്, ഖുറാഫാത്ത്, ഹറാമിന്റെ മുഴുവൻ ലാഞ്ചനയിൽ നിന്നും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും മുവഹ്ഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണമേ അല്ലാഹ്, ആശ്വാസം നൽകണമേ അല്ലാഹ്. രക്തസാക്ഷികളായ ഇവരെ നീ ഏറ്റെടുക്കണമേ തമ്പുരാന്. മുറിവറ്റിയവരെ നീ ചികിത്സിക്കണമേ അല്ലാഹ്. ഭക്ഷണവും വെള്ളവും കൊടുക്കാത്ത
ഇസ്രായേലി ക്രൂര വിനോദത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണമേ അല്ലാ, അവനെ പിന്തിരിപ്പിക്കണമേ അല്ലാ. നിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ അല്ലാ, ദീന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.